ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വെരാന്ത റേസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ SSCയിലെ റെയിൽവേ എക്സാംസിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു, SSC റെയിൽവേ സ്ട്രാറ്റജി കെ സീരീസ്. അത് കഴിഞ്ഞിട്ട് എൻ്റെ GK സെക്ഷൻ കാണും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡാൻസസ് ഓഫ് ഇന്ത്യ ആയിരുന്നു നോക്കിയത്. അപ്പോൾ അതിൻ്റെ ക്ലാസിക്കൽ ഡാൻസ് സെക്ഷൻ ഒരു 2 സെഷൻസ് ഉണ്ടായിരുന്നു. അപ്പം ഇത് കാണാത്തവർ മസ്റ്റായിട്ട് അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഈ സീരീസ് പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഫോക്ക് ഡാൻസസ് ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് വൈസ് പാർട്ട് 4 ആണ്. അപ്പോൾ ക്ലാസിക്കൽ ഡാൻസ് കാണാത്തൊരു മസ്റ്റായിട്ടും കാണണം. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അതോടൊപ്പം തന്നെ പ്രീവിയസ് ഫോക്ക് ഡാൻസിൻ്റെ വീഡിയോസും കൂടെ കണ്ട് നോട്ട് എഴുതി റിവൈസ് ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ 5 സ്റ്റേറ്റ്സിൻ്റെ ഡീറ്റെയിലിംഗ് നോക്കാം. പിന്നെ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്ന സ്റ്റേറ്റ് മേഘാലയയാണ്. അപ്പോൾ നോക്കിക്കേ, മേഘാലയക്ക് പ്രോമിനൻ്റ് ആയിട്ട് 6 ഫോക്ക് ഡാൻസസ് ആണുള്ളത്, 6 കലാരൂപങ്ങളാണുള്ളത്. അതേതൊക്കെയാണെന്ന് നോക്കിയേ: ബാല, നോങ്ക്രേം, ലാഹോ, ഖഷത് സുഖ്, മിൻസിയം, ലാഹോ ആൻഡ് ഫൈനലി ബെഹ്ഡൈൻ ക്ലാം. അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് നോക്കാം. അപ്പോൾ നോക്കിക്കേ, ഇവിടെയും നോർത്ത് ഈസ്റ്റിൻ്റെ ട്രൈബ് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനങ്ങൾ കൂടുതലും, അല്ലെങ്കിൽ നമ്മളിനി പഠിക്കാമെന്ന് ട്രൈബ്സ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സെഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമുക്ക് ഈ ഒരു ഫോക്ക് ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന സെഷൻ ആയിരിക്കും. അപ്പോൾ ഇപ്പോഴേ ട്രൈബ്സ് നിങ്ങൾ പോയിൻ്റ് ഔട്ട് ചെയ്ത് പൊക്കോണം. അതിലേറ്റവും കൂടുതൽ ട്രൈബ്സ് ബൈഹേർട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് എങ്കിലും കൂടുതലായിട്ട് നമ്മൾ പഠിക്കുന്നത് SSC എക്സാംസിനും അല്ല റെയിൽവേ എക്സാംസിനും ഫോക്കസ് ചെയ്യുന്നത് നോർത്ത് ഈസ്റ്റേൺ ട്രൈബ്സ് ആയിരിക്കും. കാരണം അതിലായിരിക്കും കുറച്ചൊരു ഡൈവേഴ്സ് ആയിട്ടുള്ള ട്രൈബ്സിൻ്റെ പേര് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, മേഘാലയ എന്ന സ്റ്റേറ്റിൻ്റെ മെജോറിറ്റി ട്രൈബ് എന്ന് പറയുന്നത് ഖാസിയാണ്. അത് കൊടുത്തേക്കുന്ന തന്നെ നോക്കിക്കേ, ഖാസി ഇസ് ദ മെജോറിറ്റി ട്രൈബ് ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് ദർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡാൻസ് ഈസ് ദ നോങ്ക്രേം ഡാൻസ്. അപ്പം നോങ്ക്രേം ഡാൻസ് പെർഫോംഡ് ബൈ ഏത് ട്രൈബ്? ഖാസി ട്രൈബ്. കാരണം മെജോറിറ്റി ആയിട്ട് മേഘാലയയിലുള്ള ട്രൈബ് ഖാസി ട്രൈബാണ്. അതോടൊപ്പം തന്നെ ഇറ്റ് ഇസ് എ താങ്ക്സ് ഗിവിംഗ് ഡാൻസ് ടു ദ ഹെവൻലി ഡൈറ്റീസ് ഫോർ ദ ഗുഡ് ഹാർവസ്റ്റ്, ഹാർമണി ആൻഡ് പ്രോസ്പെരിറ്റി. അപ്പോൾ നമ്മൾ ബീഹാറിൻ്റെ ഫോക്ക് ഡാൻസ് പറഞ്ഞായിരുന്നപ്പോൾ എന്തൊരു കാര്യം പറഞ്ഞായിരുന്നല്ലോ, അതായത് അവരുടെ ഫോക്ക് ഡാൻസ്, കാരണം അതിൽ മാത്രമേ നെഗറ്റീവ് തീം കുറച്ചുകൂടെ വൈബ്രൻ്റ് ആയിട്ട് കാണുന്നുള്ളൂ. പെയിൻസ് ഓഫ് സെപ്പറേഷൻ ആയിരിക്കും ബീഹാറിൻ്റെ മിക്ക കലാരൂപങ്ങളിലും കാണുന്നത്. പക്ഷേ ബാക്കിയുള്ളതിനെ കമ്പയർ ചെയ്യുമ്പോൾ എസ്പെഷ്യലി ഈ കേസിൽ ഏത് ഒക്കേഷനിലാണ് ഇത് കൊണ്ടാടുന്നത്? ഒരു ഹാർവസ്റ്റിൻ്റെ ടൈമിലും ഹാർമണിയിലും പ്രോസ്പെരിറ്റിയിലും, അതായത് സമ്പൽ സമൃദ്ധി എന്നൊരാശയത്തെ മുൻനിർത്തിക്കൊണ്ട് ഹാർവസ്റ്റ് ടൈമിലായിരിക്കും ഈ ഖാസി അല്ലെങ്കിൽ ഖാസി എന്ന് പറയുന്ന ട്രൈബ് നോങ്ക്രേം ഡാൻസ് ആടുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, ദി ജൈനിതാസ്, അതായത് ജൈൻതിയാസ് എന്ന് പറയുന്ന ട്രൈബായിരിക്കും എന്ത് സെലിബ്രേറ്റ് അല്ലെങ്കിൽ എന്താടുന്നത്? ബെഹ്ഡൈൻ ക്ലാം എന്ന് പറയുന്ന ഡാൻസ് കൊണ്ടാടുന്നത്. അപ്പോൾ ഇത് ബെഹ്ഡൈൻ ക്ലാം ഡാൻസ് ചെയ്യുന്ന ട്രൈബിൻ്റെ പേര് ജൈൻതാസ്. ഡ്യൂറിങ് ദി ഫെസ്റ്റിവൽ ആനുവലി ഇൻ ദ മന്ത് ഓഫ് ജൂലൈ. അപ്പം ഞാൻ പറഞ്ഞായിരുന്നു സീസണൽ ആയിട്ടുള്ള ഫെസ്റ്റിവൽസ് നോക്കി വെച്ചേക്കണം. അപ്പം ജൂൺ ജൂലൈ ടൈമിലായിരിക്കും, അല്ലെങ്കിൽ സെലക്ഷൻ പോസ്റ്റിൻ്റെ പരീക്ഷയ്ക്ക് ആ സമയത്തായിരിക്കും. അപ്പം സീസണൽ ആയിട്ടുള്ള സ്ട്രാറ്റജിക്കായിരിക്കും കൂടുതൽ നമ്മുടെ എക്സാംസിന് റെയിൽവേക്കായാലും ചോദിച്ചു വരുന്നത്. അപ്പോൾ ജൈൻതിയാസ് സെലിബ്രേറ്റ് ചെയ്യുന്ന ഏത് ഡാൻസ്? മേഘാലയയിലെ ജൈൻതിയാസ് ട്രൈബ് സെലിബ്രേറ്റ് ചെയ്യുന്ന ബെഹ്ഡൈൻ ക്ലാം ഡാൻസ് നോട്ട് ചെയ്ത് വെച്ചോണം. ഇറ്റ് ഈസ് മെയിൻലി സെലിബ്രേറ്റഡ് ഓൺ ഒക്കേഷൻസ് എസ്പെഷ്യലി ഇൻ ജൂലൈ. ഓക്കെ, ഇനി നോക്കിയേ, ഷാത് സുഖ് മിൻസിയം ഈസ് ഓൾസോ അനദർ താങ്ക്സ് ഗിവിംഗ് ഡാൻസ് പെർഫോംഡ് ബൈ ദി പീപ്പിൾ ഓഫ് ഖാസി ഹിൽസ്. ഇവിടെ അവരുടെ നേറ്റീവ് ഏരിയ റെപ്രസെൻ്റ് ചെയ്താണ് എന്ത് ഡാൻസിൻ്റെ റിലേറ്റിവിറ്റി പറഞ്ഞേക്കുന്നത്. അതായത് ഷാത് സുഖ് മിൻസിയം എന്ന് പറയുന്ന ഡാൻസ് ഏത് ഏരിയയിലെ ആൾക്കാരാണ്? ട്രൈബിനേക്കാൾ ഉപരി ഖാസി ഹിൽസിലെ നേറ്റീവ് ഫോക്സ് കളിക്കുന്ന ഡാൻസാണ്. എന്ത് തീമായിരിക്കും? അതായത് ഹാർമണി, ഇതും ഗുഡ് ഹാർവസ്റ്റിൻ്റെ സമയത്ത് തന്നെ താങ്ക്സ് ഗിവിംഗ് ഡാൻസ് ആയിട്ട് കളിക്കുന്നൊരു നൃത്തരൂപമാണ്. അപ്പം ഷാത് സുഖ് മിൻസിയം ഓഫ് മേഘാലയ. ഓക്കെ, ദ ലാഹു ഡാൻസ് ഈസ് പെർഫോംഡ് ബൈ ദ ഏത് ട്രൈബ്? ജൈൻതിയ ട്രൈബ്. നമ്മളിതിന് തൊട്ടും പറഞ്ഞും പഠിച്ചായിരുന്നല്ലോ, ജൈൻതിയാസ് ട്രൈബ്. അതായത് മേഘാലയയിലെ ജൈൻതിയാസ് ട്രൈബ് ജൂലൈ സമയത്ത് കൊണ്ടാടുന്ന അല്ലെങ്കിൽ ആടുന്ന നൃത്തമായിരിക്കും ബെഹ്ഡൈൻ ക്ലാം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പേരിന് സിമിലാരിറ്റിയുള്ള ജൈൻതിയ ട്രൈബ് പെർഫോം ചെയ്യുന്ന ഡാൻസാണ് ലാഹു ഡാൻസ്. ആൻഡ് ദ ഏത് ഡാൻസ്? വാങ്ക്ല ഡാൻസ് ബൈ ദ ഗാരോ ട്രൈബ്സ്. അപ്പോൾ ഗാരോ ട്രൈബ്സ് ഓഫ് ഏത് സംസ്ഥാനം? മേഘാലയ പെർഫോംസ് വാങ്ക്ല ഡാൻസ് ആൻഡ് ജൈൻതിയ ട്രൈബ് ഓഫ് മേഘാലയ പെർഫോംസ് ലാഹു ഡാൻസ്. ഓക്കെ, അപ്പോൾ ട്രൈബും ഡാൻസും ആൻഡ് ഫൈനലി സ്റ്റേറ്റും നോട്ട് ചെയ്ത് പൊക്കോണം. ഇനി അടുത്ത സംസ്ഥാനം നോക്കിക്കേ, മിസോറാം. അപ്പോൾ മിസോറാമിനും ഡൈവേഴ്സ് ആയിട്ടുള്ള ഡാൻസ് ഫോംസ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കി: ചേര, ചെറോക്കാൻ, ഖുലാം, സംഗ്താളം, പാക്പുല ആൻഡ് ഖനാത്തം, ശൈലം ആൻഡ് ഫൈനലി സർലം കായ്. അപ്പം 9-8 എണ്ണം അവർക്ക് മെയിൻലി പഠിക്കാനുള്ളതായിട്ടുണ്ട്, നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. പേര് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും, പക്ഷേ നമ്മൾ 5 സ്റ്റേറ്റ് വൈസ് ആയിട്ട് നോക്കി പോകുന്നുണ്ട്. ക്വാളിറ്റേറ്റീവ് ആയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് പൊക്കിക്കണം. എസ്പെഷ്യലി ഈ നെക്സ്റ്റ് പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് വൈസ് ആയിട്ട് പോകുന്ന
പോയിന്റ്സ് ആയിട്ടുള്ള ഇപ്പോൾ ചേര ഡാൻസിൻ്റെ പോയിന്റ് പറയുകയാണ്, അതിൻ്റെ ട്രൈബും അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒക്കേഷൻ നോട്ട് ചെയ്ത് പൊക്കോളും. അതിനായിരിക്കും എംഫസൈസ് കൊടുത്ത് പോകുന്നത്. ബാക്കി ജസ്റ്റ് സ്റ്റേറ്റ് വൈസ് ആയിട്ട് നോക്കി പഠിച്ചാൽ മതി. ഓക്കെ, നോക്കിയേ ചേര ഡാൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കിയേ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ദ ബാംബൂ ഡാൻസ്. അപ്പോൾ നമ്മൾ ഈ ഫോക്ക് ഡാൻസിൻ്റെ സീരീസ് നോക്കിയപ്പോൾ വളരെ റെയർ ആയിട്ട് അതിന് വേറൊരു പേരുള്ളതായിട്ട് നമ്മൾ കാണുന്നുള്ളൂ. അപ്പം ചേര ഡാൻസിനും ഇത് ബട്ടർഫ്ലൈ ഡാൻസ് എന്ന് വേറൊരു ഡാൻസ് അറിയപ്പെടുന്ന പോലെ ചേര ഡാൻസിൻ്റെ മറ്റൊരു പേരെന്താ, ബാംബൂ ഡാൻസ്. ആൻഡ് ഇറ്റ് ഈസ് ദ മോസ്റ്റ് പ്രോമിനൻറ്റ് ട്രഡീഷണൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ഡാൻസ് ഓഫ് ഏത് മീസോസ്. ഇപ്പോൾ മിസോറാമിലെ ആദിവാസികളെ വിളിക്കുന്ന പേരാണ് മീസോസ്. അപ്പോൾ അവരുടെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഡാൻസാണ് ബാംബൂ ഡാൻസ് എന്നറിയപ്പെടുന്ന ഏത് ഡാൻസ്, ചേര ഡാൻസ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് പെർഫോംഡ് യൂസിങ് ലോങ് ബാംബു. കാരണം പേര് വരാൻ തന്നെ കാരണം ലോങ് ബാംബു സ്റ്റേപ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ളൊരു നൃത്തരൂപം അല്ലെങ്കിൽ അങ്ങനെ ഒരു പെർഫോമൻസ് അവർ കൊണ്ടാടുന്നതുകൊണ്ടാണ് അതിനെ അല്ലെങ്കിൽ ചേര ഡാൻസിനെ ബാംബു ഡാൻസ് എന്ന് വിളിക്കപ്പെടുന്നത്. ആൻഡ് ഈസ് അക്കംപനൈഡ് ബൈ ഇൻ ദ ഡ്രംസ് ആൻഡ് സോങ്സ്. അപ്പോൾ നമ്മൾ ചില ഫോക്ക് ഡാൻസസിന് അക്കമ്പനി ചെയ്യാനായിട്ട് സോങ്സ് ഇല്ലെന്നല്ലെങ്കിൽ അതിൻ്റെ താളമേളം ഇല്ല എന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ചേര ഡാൻസിന് അക്കമ്പനി ചെയ്യാനായിട്ട് ഇതിൻ്റെ കേസിൽ ബാംബു സ്റ്റേപ്സും ഡ്രംസും ഗോങ്സും കാണും. ഓക്കെ, നെക്സ്റ്റ് ഡാൻസ് നോക്കിക്കേ. ഇത് ഖുല്ലാം ഡാൻസ് ഈസ് പെർഫോംഡ് ബൈ ആര്, ദി ഗസ്റ്റ്സ് ഹു ആർ ഇൻവൈറ്റഡ് ഫ്രം അനദർ സ്റ്റേറ്റ്സ്. അതായത് ഇത് നോക്കി വെച്ചേക്കണം ഖുല്ലാം ഡാൻസ്. കാരണം ബാക്കിയെല്ലാം അതിൻ്റെ തനതായ ആവശ്യങ്ങൾ അല്ലെങ്കിൽ തനതായൊക്കെ ഇപ്പോൾ ഹാർവസ്റ്റിൻ്റെ സമയത്ത് അല്ലെങ്കിൽ സ്റ്റോമി സീസൺ എൻഡ് ചെയ്ത സമയത്ത് ഏതെങ്കിലും ഒരു ദേവതയ്ക്കോ ദേവനോ ആ ഒരു ഒക്കേഷനിൽ ഒരു തീം റെപ്രസെൻറ്റ് ചെയ്ത ഡാൻസസ് ആയിരിക്കും. പക്ഷേ ഈ കേസിൽ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റോ ആ നേറ്റീവ് ഏരിയയോ മാത്രമല്ല ബാക്കിയുള്ള സ്റ്റേറ്റിനും പാർട്ടിസിപ്പേഷൻ ഉണ്ട്. എങ്ങനെ പാർട്ടിസിപ്പേഷൻ ഉണ്ട്, അവർ നമ്മുടെ അതിഥികളായതുകൊണ്ട് അവരെ സ്വീകരിക്കുന്ന ഒരു ചടങ്ങിന് എന്നുള്ള രീതിയിലാണ് ഖുല്ലാം ഡാൻസ് കൊണ്ടാടുന്നത്. അപ്പം ഇറ്റ് ഇസ് മെയിൻലി പെർഫോംഡ് ടു ഇൻവൈറ്റ് ഗസ്റ്റ് ഫ്രം അതർ സ്റ്റേറ്റ്സ്. പിന്നെന്താ പറയുന്നത്, വൈൽ ഡാൻസിങ് ദ പെർഫോമർ സ്വേസ് ദ ട്രഡീഷണൽ മീസോ ക്ലോത്ത് റാപ്ഡ് അറൗണ്ട് ഹിസ് ഓർ ഹെർ ഷോൾഡർ. അതായത് ട്രഡീഷണൽ മീസോ ക്ലോത്തിൻ്റെ ഒരു അകമ്പടിയോടുകൂടിയായിരിക്കും ഈ ഡാൻസ് ഫോം പെർഫോം ചെയ്യുന്നത്. ഇനി നോക്കിയ നെക്സ്റ്റ് ഡാൻസ്, ദ സർലംകായ് ഡാൻസ് ഈസ് പെർഫോംഡ് ഡ്യൂറിങ് ദി സെലിബ്രേഷൻ ഓഫ് വിക്ടറി ഇൻ ദ ബാറ്റിൽ. അതായത് ഏതെങ്കിലും ഒരു ബാറ്റിലിൻ്റെ വിജയത്തെ സൂചിപ്പിക്കാനാണ് സർലംകായ് ഡാൻസ് പെർഫോം ചെയ്യുന്നത്. സോ ഇറ്റ്സ് മെയിൻലി പെർഫോംഡ് ബൈ ആരായിരിക്കും, ദ മെൻ. അതായത് ആണുങ്ങൾക്ക് പ്രാതിനിധ്യമുള്ള ഡാൻസ് ഫോം ആയിരിക്കും. അവരെന്തായിരിക്കും ഈ ഡാൻസ് ഫോമിൽ ചെയ്യുന്ന ആ പെർഫോമൻസ് എങ്ങനെ ആയിരിക്കും, ദ മെൻ സ്വിങ് ദ ഷീൽഡ്സ് ആൻഡ് സ്വേർഡ്സ് ഹെൽഡ് ബൈ ദം ഇൻ അക്കോർഡൻസ് വിത്ത് ദ റിതം. ഇതിനും ഒരു ഡ്രംസിൻ്റെ അകമ്പടിയോടുകൂടിയായിരിക്കും സർലംകായ് ഡാൻസ് പെർഫോം ചെയ്യുന്നത്. അപ്പം അത് വിക്ടറി ഓഫ് ബാറ്റിൽ എന്ന തീമായിരിക്കും അവർ കൊണ്ടാടുന്നത്. അതുകൊണ്ട് തന്നെ പെർട്ടിക്കുലർലി പെർഫോംഡ് ബൈ മെൻ. അവരെന്തായിരിക്കും ചെയ്യുന്നത്, സ്വിങ്സ് ദ ഷീൽഡ്സ് ആൻഡ് സോർഡ്സ്. അപ്പോൾ അതിൻ്റെ ഒരു പെർഫോമൻസ് ഒരു ബാറ്റിൽ സീനിൻ്റെ ഡിസ്പ്ലേ ആയിരിക്കും അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ആൻഡ് ഡ്യൂറിങ് ദ ചപ്പാർകൂതി ഫെസ്റ്റിവൽ മീസോസ് പെർഫോം ചൈലം ഫോക്ക് ഡാൻസ്. അതായത് ചപ്പർകൂത്ത് ഫെസ്റ്റിവൽ നമ്മുടെ മുമ്പ് ഓണം എന്ന ഫെസ്റ്റിവലിൻ്റെ സമയത്താണ് നമ്മൾ തിരുവാതിര കളിക്കുക എന്ന് പറയുന്ന പോലെ ഇവിടെ ചപ്പർകൂത്ത് ഫെസ്റ്റിവൽ ഏതിൻ്റെ തനതായ ഫെസ്റ്റിവലാണ്. നമ്മൾ ഫെസ്റ്റിവൽസ് ഓഫ് ഇന്ത്യ നോക്കാൻ നേരം പഠിക്കും. അപ്പോൾ ഇത് മാർക്ക് ചെയ്ത് പൊക്കോണം. അപ്പോൾ ആ സമയത്ത് നമുക്ക് റിവിഷൻ ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ചപ്പർകൂത്ത് ഫെസ്റ്റിവൽ ഓഫ് മിസോറാമിൻ്റെയാണ് ചപ്പർകൂത്ത് ഫെസ്റ്റിവൽ. അത് പെർഫോംഡ് ഡാൻസ് ഫോമാണ് ആ സമയത്ത് പെർഫോം ചെയ്യുന്ന ആ ഒക്കേഷനിൽ പെർഫോം ചെയ്യുന്നത്, ചൈലം ഫോക്ക് ഡാൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സെഷൻ നോക്കുന്നതിന് മുമ്പ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വെരാന്ത റെസ്റ്റിൻ്റെ കോച്ചിങ് സ്റ്റൈൽ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ്സസിന് ശേഷം അതായത് പഠിച്ച നോളജ് എഫക്റ്റീവായിട്ട് നമുക്ക് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റ് ബേസ് ചെയ്ത് നിങ്ങൾക്ക് ബേസിക് സർക്കിൾസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ബേസിക് സർക്കിൾസിന് നിങ്ങൾക്ക് മെൻറ്റർ സപ്പോർട്ട് കാണും. മെൻറ്റർ സപ്പോർട്ടിൻ്റെ ഹെൽപ്പോടുകൂടി നിങ്ങൾക്ക് വർക്കൗട്ട് മെറ്റീരിയൽ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഡൗട്ട് ക്ലാരിഫിക്കേഷൻ ഒപ്പം കാണുന്നതായിരിക്കും. അതിനുശേഷം വരുന്നതായിരിക്കും എക്സ്ട്രീം സർക്കിൾ. എക്സ്ട്രീം സർക്കിൾ ഒരു മെയിൻസ് ഓറിയൻറ്റഡ് പ്രിപ്പറേഷൻ ആയതുകൊണ്ട് കുറച്ചുകൂടെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻക്രീസ്ഡ് ആയിരിക്കും. ക്വസ്റ്റ്യൻ്റെ എണ്ണം കൂട്ടി കുറച്ച്, അതായത് ഡ്യൂറേഷൻ 4 മണിക്കൂറിൻ്റെ പ്രോഗ്രാം ആയിരിക്കും. അവിടെയും നിങ്ങൾക്ക് മെൻറ്റർ സപ്പോർട്ട് കാണും. മെറ്റീരിയൽ വർക്കൗട്ട് സെഷൻ കുറച്ചുകൂടെ മെയിൻസ് ഓറിയൻറ്റഡ് ആയിട്ട് നമ്മുടെ നോളജ് കുറച്ചുകൂടെ ഒന്ന് ബൂസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ളൊരു സെഷൻ ആയിരിക്കും എക്സ്ട്രീം സർക്കിൾ. ആൻഡ് നെക്സ്റ്റ് കംസ് ദ സൂപ്പർ ബാച്ച്. സൂപ്പർ ബാച്ചിൽ മെയിൻലി ഏതെങ്കിലും ഒരു എക്സാം, അതായത് നമ്മുടെ മെയിൻസ് ലെവൽ പ്രിപ്പറേഷൻ കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് എക്സാംസ് വരുന്ന സമയം, അപ്പം നമ്മൾ എക്സാമിന് മെയിനായിട്ടും പ്രൊഫഷണലി പയറ്റേണ്ട ഒരു ടൈം ആവുന്ന സമയമാകുമ്പോൾ, ഇപ്പോൾ CGL-ൻ്റെ എക്സാം ആകുമ്പോൾ CGL-ന് ഒരു 2 വീക്സ് അല്ലെങ്കിൽ 1 മന്ത് ബിഫോർ അതിൻ്റെ ഇപ്പോൾ ടയർ 2 ആണ്, ടയർ 2 ബേസ് ചെയ്തിട്ടാണ്, ടയർ 1 ആണ്, ടയർ 1 ബേസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അത് പ്യുവർലി എക്സാം ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കും. ഒത്തിരി ടഫും ആയിരിക്കില്ല, ഒത്തിരി ഈസി ആയിരിക്കില്ല. അവിടെ നിങ്ങൾക്ക് മെൻറ്റർ സപ്പോർട്ട് കാണും. വർക്കൗട്ട് സെഷൻ ആയിരിക്കും അതും. നെക്സ്റ്റ് കംസ് ദ റിയൽ ഇൻറ്റൻസീവ് പ്രോഗ്രാം അല്ലെങ്കിൽ റിപ്പ്. അപ്പോൾ റിപ്പിൽ നിങ്ങൾക്കിപ്പോൾ ഓൾറെഡി നിങ്ങളിപ്പം സൂപ്പർ ബാച്ച് ഒരു എക്സാമിന് മുന്നോടിയായിട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചു. ഫൈനലി നിങ്ങളുടെ പെർഫോമൻസ്, അതായത് ജസ്റ്റ് ഒരു മാർജിനൽ ലെവൽ എന്നുള്ളൊരു ചിന്താഗതിയിൽ നിന്ന് മാറി ഏത് വിധേന
എനിക്കൊരു ജോലി എന്നുള്ളൊരു കൺസെപ്റ്റ് എത്തണമെങ്കിൽ നമ്മുടെ പ്രിപ്പറേഷൻ അത്രയ്ക്കും ടഫായിരിക്കണം. അപ്പോൾ പ്രിപ്പറേഷൻ്റെ ലെവൽ ഇൻറ്റൻസിഫൈ ചെയ്യാനായിട്ട് ഈ ലാസ്റ്റ് വർക്കൗട്ട് സെഷൻ റിയൽ ഇൻറ്റൻസീവ് പ്രോഗ്രാം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഫൈനൽ സെഷനാണ് മോക്ക് ഇൻ്റർവ്യൂ എസ്പെഷ്യലി ബാങ്ക് എക്സാംസിനാണ് ഹെൽപ്ഫുൾ ആകുന്നത്. അപ്പോൾ SSCക്കാർക്ക് അതിൻ്റെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് പോകണമെന്നുള്ളൊരു അവയർനെസ് പ്രോഗ്രാമും കൂടെ കാണും. ഓക്കെ, അപ്പോൾ 2 ടൈപ്പ് ഓഫ് കോച്ചിങ് ആണ് നമുക്കുള്ളത്, ഒന്ന് ഓഫ്ലൈനും ഒന്ന് ഓൺലൈനും. അപ്പോൾ നിങ്ങളുടെ കൺവീനിയൻസ് ഏതാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. വീട്ടിലിരുന്ന് എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് ഇല്ലാതെ പഠിക്കേണ്ടവർക്ക് ഓൺലൈൻ ചൂസ് ചെയ്യാം, അതല്ലാതെ ഓഫ്ലൈൻ ക്യാമ്പസ് വരേണ്ടവർക്ക് അങ്ങനെ പഠിക്കാം. അപ്പം നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് കോൺടാക്ട് ചെയ്യുക, പഠിച്ചു തുടങ്ങാം. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത സംസ്ഥാനം നോക്കാം, നാഗാലാൻഡ്. അപ്പോൾ ഈ സെക്ഷനിൽ നമ്മൾ കൂടുതലും പറഞ്ഞു വരുന്നത് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ആണ്. അപ്പോൾ നാഗാലാൻഡിൻ്റെ ഡാൻസ് ഫോം ഏതൊക്കെയാണെന്ന് നോക്കിയേ. നുറലിം, ചങ്സാങ്, ചാങ്ലോ, ഒരു ചൈനീസ് ടച്ചുള്ള, കാരണം അങ്ങോട്ട് പോകും തോറും കുറച്ചൊക്കെ നമ്മളിനിപ്പം പഠിക്കാൻ നേരം ടിബറ്റൻ ഇൻഫ്ലുവൻസ് ഉള്ള ഡാൻസ് ഫോംസും പഠിക്കാതെ, എസ്പെഷ്യലി നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൻ്റെ കേസിലായിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയേ, നുറലിം, ചാങ്സാങ്, ചാങ്ലോ, ഖൈവ, ബാംബു ഡാൻസ്, ഇവിടെ ഒരു ബാംബു ഡാൻസ് ഉണ്ട്, റങ്മ, സേലിയാങ്, മോന്യു ആഷോ, മെലോഫിത്ത, ആക്കോഖി, ഖുപിയലിലി ആൻഡ് റുഖ്യോ ഷാരു. അപ്പോൾ നമ്മൾ ബാംബു ഡാൻസ് നേരെ മിസോറാമിൻ്റെ കേസിലും പഠിച്ചായിരുന്നല്ലേ. അപ്പം നമ്മൾ കുറച്ച് കഴിഞ്ഞ സെഷനിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു പൈഗ ഡാൻസ് അല്ലെങ്കിൽ പൈനികി എന്ന് പറയുന്ന ഡാൻസ് അത് ഒഡീഷയുടേതല്ലേ എന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ ആൻസർ ഞാൻ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആക്ച്വലി ഒരു ഫോക്ക് ഡാൻസ്, ഒരു പണ്ടത്തെ കലാരൂപം ആയതുകൊണ്ട് തന്നെ അത് ആ സമയത്ത് സ്റ്റേറ്റ് വൈസ് ഡിവിഷൻസ് ഇല്ലായിരുന്നു. അപ്പോൾ ആ ഒരു നേറ്റീവ് ഏരിയയിൽ പിന്നെ ഫർദർ സ്റ്റേറ്റൊക്കെ ആയപ്പോൾ ആ ഒരു നേറ്റീവ് ഏരിയ 2ആയിട്ട് പിളർന്നു പോയതിൻ്റെ ഭാഗമായിട്ട് 2 സ്ഥലങ്ങളിൽ ഒന്നിൽ കൂടുതൽ സ്ഥലങ്ങളിൽ ആ ഡാൻസിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാവാറുണ്ട്. അപ്പം ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് അല്ലെങ്കിൽ ഒഡീഷ. ആ പോയിന്റ് നോട്ട് ചെയ്തേക്കണേ. പൈക അല്ലെങ്കിൽ പൈകി ഡാൻസ്, ഇത് ഒഡീഷ, ജാർഖണ്ഡ്, പിന്നെ ഏതാ ഇത്രയും സ്ഥലങ്ങളിലും ഈ ഒരു നേറ്റീവ് പ്ലേസിൽ കൊണ്ടാടിയിരുന്ന ഒരു കോമൺ അല്ലെങ്കിൽ തനതായ കലാരൂപമായിരുന്നു. നമ്മൾ നേരത്തെ നോക്കിയ പൈകി അല്ലെങ്കിൽ പൈനികി എന്നും പറയും, പൈകി എന്നും പറയും ഡാൻസ് ഫോം. അപ്പം ഇതിൻ്റെ വേരിയൻസ് അങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ. പക്ഷേ ഈ ഡാൻസ് ഫോം ഇന്ന് 3 സ്ഥലത്ത് നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പം സ്റ്റേറ്റ് വൈസ് ആയിട്ട് നോക്കാതെ ഇത് ഏതെങ്കിലും ഒരു മറ്റ് സ്റ്റേറ്റിലും കൂടെ ഇൻഫ്ലുവൻസ്ഡ് ആണോ എന്നും കൂടെ നോക്കിപ്പോക്കണം. കാരണം മിസോറാമിൽ നമ്മളൊരു ബാംബു ഡാൻസ് പഠിച്ച പോലെ ഇവിടെയും ഒരു ബാംബു ഡാൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ നോക്കിയേ, മ്യൂസിക് ആൻഡ് ഡാൻസ് പ്ലേ എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ നാഗ കൾച്ചർ ആൻഡ് എനി ഇവൻറ്റ് വോണ്ട് കൺക്ലൂഡ് വിതൗട്ട് ഫോക്ക് ഡാൻസ്. അപ്പോൾ മിക്ക ഇവൻറ്റ്സിലും മറ്റേത് ഒക്കേഷണലായിട്ടാണ് മറ്റുള്ള സംസ്ഥാനങ്ങളുടെ ഫോക്ക് ഡാൻസസ് കൊണ്ടാടുന്നെങ്കിൽ ഇത് ഏതൊരു ഇവൻ്റ് എടുത്താലും അവരുടെ തനതായ കലാരൂപങ്ങൾ കൊണ്ടാടിയിട്ടുള്ളൊരു ഇവൻറ്റ്സ് ആയിരിക്കും. എല്ലാ ഇവൻറ്റ്സിലും അവരുടെ ഏതെങ്കിലും ഒരു ഫോക്ക് ഡാൻസ് കാണും. അപ്പം നാഗാസ് അത്രമേൽ മ്യൂസിക് ആൻഡ് ഡാൻസുമായിട്ട് ഇഴുകി ചേർന്നൊരു കൾച്ചറാണ് അവരുടേതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് പോയിന്റ് നോക്കിയത് ചാങ്സാങ് ഡാൻസ് ഈസ് പെർഫോം ബൈ ദ ഏത് ട്രൈബ്, പേര് തന്നെ ഉണ്ട് ചാങ് ട്രൈബ്, ഇൻ പ്രൈസ് ഓഫ് ദ ബർത്ത് പ്ലേസ് ഓഫ് മാൻകൈൻഡ് ആൻഡ് എർത്ത് ഡ്യൂറിങ് ഏത് ഫെസ്റ്റിവൽ, നഗന്യുലും ഫെസ്റ്റിവൽ. പേര് പ്രൊനൗൺസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ അത് ആലോചിച്ച് വെച്ചേക്കുക. കാരണം ഈ ഫെസ്റ്റിവലിൻ്റെ ഒക്കേഷനിലാണ് ചാങ് ട്രൈബ്, നാഗാലാൻഡിൻ്റെ ചാങ് ട്രൈബ് ചാങ്സാങ് ഡാൻസ് പെർഫോം ചെയ്യുന്നത്. അപ്പം ട്രൈബിൻ്റെ പേര് ഓർത്ത് വെക്കുന്നതിനേക്കാൾ ഫെസ്റ്റിവലിൻ്റെ നെയിം ഓർത്ത് വെക്കാനായിരിക്കും. അപ്പം ഏത് തീം എന്താണ്, ഏത് തീമിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് കൊണ്ടാടുന്നത്, ഇൻ പ്രൈസ് ഓഫ് ദ ബർത്ത് പ്ലേസ് ഓഫ് മാൻകൈൻഡ്, അത് മനുഷ്യരാശി ആരംഭിച്ചതിൻ്റെ ഒരു തീമായിരിക്കും, അല്ല അതിനെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു ഡാൻസ് ആയിരിക്കും ചാങ്സാങ് ഡാൻസ്. ഓക്കെ, പെർഫോംഡ് ബൈ ചാങ് ട്രൈബ്. ഇനി നോക്കിയേ നെക്സ്റ്റ് ദി അൻഗാമി നാഗാസ്. അപ്പം നാഗാസിൽ തന്നെ പല ആദിവാസീസ് ഉണ്ട്, പല നേറ്റീവ് ഫോക്സ് ഉണ്ട്. അതിൽ അൻഗാമി നാഗാസ് പെർഫോം ചെയ്യുന്ന ഡാൻസാണ് എന്ത്, മെലോഫിത്ത ഡാൻസ് ഡ്യൂറിങ് ദ സെക്രൻജി ഫെസ്റ്റിവൽ ബൈ ഡ്രസ്സിങ് ഇൻ ഫുൾ ട്രഡീഷണൽ അറ്റയർ. നമ്മൾ മിസോറാമിൻ്റെ ഒരു കലാരൂപം ഇതുപോലെ നോക്കിയായിരുന്നല്ലോ, അവരുടെ ട്രഡീഷണൽ അറ്റയർ ഉപയോഗിച്ചുകൊണ്ട് കളിക്കുന്ന ഒരു ഡാൻസ് ഫോം ആയിരിക്കും ഈ കേസിൽ അൻഗാമി നാഗാസ് പെർഫോം ചെയ്യുന്ന ഡാൻസ്, ഏത് സമയത്ത് പെർഫോം ചെയ്യുന്ന സെക്രൻജി ഫെസ്റ്റിവൽ വിച്ച് പെർഫോം മെലോഫിത്ത ഡാൻസ്. ഓക്കെ, ഇനി നോക്കി അടുത്ത പോയിന്റ് നോട്ട് ചെയ്തോണേ, കഴിഞ്ഞ പ്രാവശ്യവും കൂടെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. റുഖ്യോ ഷാരു ഡാൻസ് ഈസ് പെർഫോംഡ് ബൈ ലോത്ത ട്രൈബ്. ഇവിടെ ട്രൈബിൻ്റെ പേരും ചോദിച്ചിട്ടുണ്ട്, കാരണം ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് സ്റ്റേറ്റ്
എന്നിട്ട് അതിൻ്റെ ട്രൈബ് മാത്രം പഠിച്ചു പോയാൽ പോരാ, അല്ലെങ്കിൽ സ്റ്റേറ്റ് അതിൻ്റെ ഡാൻസ് ഫോം മാത്രം പഠിച്ചു പോയാൽ പോരാ, ട്രൈബ്സും കൂടെ റിലേറ്റഡ് ആയിട്ടുണ്ട്. അപ്പം 3 പോയിൻറ്റ്സ് തന്നിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പായിട്ട് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഏത്, നാഗാലാൻഡിൻ്റെ റുക്യോ ഷാരു ഡാൻസിൻ്റെ ഈ കേസ്. ഇപ്പോൾ റുക്യോ ഷാരു ഡാൻസ് ഈസ് പെർഫോംഡ് ബൈ ദ ലോത്ത ട്രൈബ് ആൻഡ് ദി ഏത് നെക്സ്റ്റ് ഡാൻസ് ചെയ്ത ആങ്കോക്ഷി ഈസ് പെർഫോംഡ് ബൈ ദ സ്നക്തം ട്രൈബ്. അപ്പോൾ 2 പേരുടെയും ഈ 2 കേസും, അതായത് നാഗാലാൻഡിൻ്റെ തന്നെ ഈ 2 ഡാൻസും കണക്ട് ചെയ്തിട്ടുള്ളൊരു ചോദ്യം കഴിഞ്ഞവണുണ്ടായിരുന്നു. അപ്പോൾ അത് മാർക്ക് ചെയ്ത് പൊക്കോണം. അപ്പം ഏതൊക്കെയാണ് പറയുന്നത്, റുക്യോ ഷാരു ഡാൻസ് പെർഫോംഡ് ബൈ വിച്ച് ട്രൈബ്, ലോത്ത ട്രൈബ്, ആൻഡ് ആങ്കോക്കി ഡാൻസ് പെർഫോംഡ് ബൈ ഏത് ട്രൈബ്, സ്നാക്തം ട്രൈബ്. ആൻഡ് ദ പൊച്ചൂരി ട്രൈബ് ഓഫ് നാഗാലാൻഡ് കൺസിഡേഴ്സ് ദ ഏത് ഡാൻസ്, കുപ്പിയ ലില്ലി ഡാൻസ് an integral part of the നാസു ഫെസ്റ്റിവൽ. അതായത് അവരുടെ വേറൊരു ഫെസ്റ്റിവലാണ്. ഈ ഫെസ്റ്റിവൽസ് എല്ലാവരും നോട്ട് ചെയ്ത് പൊക്കോണേ, കാരണം ഇല്ലെങ്കിൽ നമ്മൾ ഫെസ്റ്റിവലിൻ്റെ സെഷൻ നമുക്ക് അധികം കാണില്ല, പെട്ടെന്ന് തന്നെ തീരും. അപ്പം റിവിഷൻ ആവണമെങ്കിൽ, നിങ്ങളുടെ പ്രിപ്പറേഷൻ പെട്ടെന്ന് ആക്കണമെങ്കിൽ ഇതും ട്രൈബും ഫെസ്റ്റിവലും കൂടെ നോട്ട് ചെയ്ത് പൊക്കോണം. അപ്പോൾ പൊച്ചൂരി ട്രൈബ് പെർഫോം ചെയ്യുന്ന ഡാൻസ് ഏതാ, കുപ്പിയലിലി ഡാൻസ് ഡ്യൂറിങ് ഏത് ഒക്കേഷൻ, നാസു ഫെസ്റ്റിവൽ. ഇനി നോക്കിക്കേ, ദ സേലിയങ് ട്രൈബ് പെർഫോംസ് ദ ബട്ടർഫ്ലൈ ഡാൻസ്, ദ നാഗാസ് പെർഫോം കൂക്കി ഡാൻസ് വിച്ച് ഈസ് ഓൾസോ നോൺ ആസ് ദ എന്ത് ബാംബു ഡാൻസ്. അതായത് ഏത് ഡാൻസാണ് നമ്മൾ മിസോറാമിൻ്റെ കേസിലും പഠിച്ചായിരുന്നില്ല, അപ്പോൾ ഇവിടെയും ഒരു ബാംബു ഡാൻസ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പം കൂക്കി ഡാൻസിനെ നമ്മൾ ബാംബു ഡാൻസ് എന്ന് വിളിക്കാറുണ്ട്. നാഗാലാൻഡിൻ്റെ കൂക്കി ഡാൻസ് ഈസ് ഓൾസോ നോൺ ആസ് എന്ത് ബാംബു ഡാൻസ്. ആൻഡ് ഓൾസോ ദ സേലിയങ് ട്രൈബ് പെർഫോംസ് ദ ബട്ടർഫ്ലൈ ഡാൻസ്. അതായത് ഇവരുടെ ബട്ടർഫ്ലൈ ഡാൻസ് പെർഫോം ചെയ്യുന്ന ട്രൈബ് സീലിയങ് ട്രൈബ് ആയിരിക്കും. പിന്നെ പ്യുവർ നാഗാസ് പെർഫോം ചെയ്യുന്ന ഡാൻസ് ആയിരിക്കും കൂക്കി ഡാൻസ്. അതിനെ എങ്ങനെ അറിയപ്പെടും, എങ്ങനായിട്ടും കൂടെ അറിയപ്പെടും, ബാംബു ഡാൻസ്. ഓക്കെ. ആൻഡ് ദ റെങ്മ ട്രൈബ് പെർഫോം ദ റെങ്മ ഡാൻസ്. പേരിൽ തന്നെ റെങ്മ ഡാൻസിൻ്റെ പെർഫോമൻസ് നടത്തുന്നത് പേരിൽ തന്നെയുള്ള ട്രൈബ് ആയിരിക്കും, അതായത് റെങ്മ ട്രൈബ്. ഓക്കെ. ഇനി നമ്മുടെ ഒഡീഷ വരും. നമ്മൾ നേരത്തെ പൈകയുടെ കാര്യം പറഞ്ഞില്ലല്ലേ, പൈക അല്ലെങ്കിൽ പൈകി. ഒഡീഷ, ജാർഖണ്ഡ് ആൻഡ് ഛത്തീസ്ഗഡ് ഈ കേസിൽ 3ലും വരുന്നൊരു ഡാൻസാണ് പൈക ഡാൻസ്. അപ്പം ഒഡീഷയുടെ ബാക്കിയുള്ള ഡാൻസ് ഫോം നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പം നോക്കി, റുക്മാർ നാച്ച, ദൽക്കായ് ഡാൻസ്, ഘുമുറ, പൈക, ഘുമുറയും പൈകയും നോട്ട് ചെയ്തേക്കണേ, ഭാഗ നാച്ച, ഗോത്തിപ്പുവ, ഇതും കഴിഞ്ഞ തവണ ഗോത്തിപ്പുവ ട്രഡീഷൻ എന്ന് പറഞ്ഞൊരു ചോദ്യം ഉണ്ടായിരുന്നേ, മുനാരി, ദണ്ഡാനാട്ട ആൻഡ് മേധ നാച്ച. അപ്പോൾ ഇത്രയും ഡാൻസ് ഫോമാണ്, 9 ഡാൻസ് ഫോമാണ് പ്രോമിനൻ്റ് ആയിട്ട് ഒഡീഷയ്ക്കുള്ളത്. അപ്പം അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കിപ്പോവാം. അപ്പം നോക്കിക്കേ, ദ മോസ്റ്റ് ആൻഷ്യൻ ഫോക്ക് ഡാൻസ് ഓഫ് ദ സ്റ്റേറ്റ് ഈസ് ദണ്ഡാനാട്ട. അതായത് ഈ തന്നേക്കുന്നവയിൽ ഏറ്റവും ആൻഷ്യൻ്റ് ആയിട്ട് പഴക്കം ചെന്ന ഡാൻസ് ഫോമാണ് ഏത് സംസ്ഥാനത്തിൻ്റെ, ഒഡീഷയുടെ ദണ്ഡാനാട്ട എന്ന് പറയുന്ന. ഇൻ വിച്ച് ദ ഡിവോട്ടീസ് ഫിസിക്കലി ടോർച്ചർ ദെയർ ബോഡീസ് ടു അപ്പീസ് ലോർഡ് ശിവ ആൻഡ് ഈസ് മോസ്റ്റ്ലി പെർഫോംഡ് ഇൻ ദ ഗഞ്ചം ഡിസ്ട്രിക്ട് ഓഫ് ഒഡീഷ. നമ്മുടെ ഈ കാവടിയാട്ടം നമ്മൾ തമിഴ്നാട് നോക്കാൻ നേരം നോക്കും, അത് നമ്മുടെ മുരുകന് അർപ്പിച്ചുകൊണ്ടുള്ള ഒരു കലാരൂപമായിരിക്കും, തമിഴ്നാടിൻ്റെ ഫോക്ക് ഡാൻസ് ആയിരിക്കും. അപ്പോൾ ആ കേസിൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ ഈ ചെറിയിലും നാക്കിലൊക്കെ മറ്റേ ചെറിയ ശൂലം കുത്തിവെക്കുന്നത്. അപ്പോൾ ഈ കേസിലും അതുപോലെ ഏത് ഒഡീഷയുടെ ഈ ഒരു ദണ്ഡാനാട്ട കേസിലും അല്ലെ നാട്ട ഡാൻസിലും ടോർച്ചറിങ് ചെറുതായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ദെയർ ബോഡീസ് എന്ത് ലോർഡ് ശിവനെ അല്ലെങ്കിൽ ശിവനെ അപ്പീസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഫിസിക്കലി അവർ ചെറിയ ടോർച്ചർ അവരുടെ തന്നെ ബോഡിയിൽ വരുത്താറുണ്ട്. അങ്ങനെ ചെയ്തിട്ടാണ് അവർ ഈ ദണ്ഡാനാട്ട എന്ന് പറയുന്ന ഡാൻസ് പെർഫോം ചെയ്യുന്നത്. ആൻഡ് ഈസ് മോസ്റ്റ്ലി പെർഫോംഡ് ഇൻ ദ ഗഞ്ചം ഡിസ്ട്രിക്ട് ഓഫ് ഒഡീഷ. അപ്പോൾ ഒഡീഷയുടെ ഗഞ്ചം ഡിസ്ട്രിക്റ്റിലാണ് ഈ ഒരു കലാരൂപം കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഓക്കെ. ഇനി നെക്സ്റ്റ് നോക്കിയേ, ദ മേധാനാച്ച ഈസ് എ മാസ്ക് ഡാൻസ് പെർഫോംഡ് ഇൻ ദ കോസ്റ്റൽ ഡിസ്ട്രിക്ട്സ് ഓഫ് ഒഡീഷ. അപ്പോൾ കോസ്റ്റൽ ഏരിയാസിൽ അധികം കണ്ടുവരുന്ന അല്ലെങ്കിൽ മെയിൻലി പെർഫോം ചെയ്തു വരുന്ന ഡാൻസാണ് മേധാനാച്ച. അവിടെ എന്തിൻ്റെ പാർട്ടിസിപ്പേഷൻ കാണും, അല്ലെങ്കിൽ മാസ്ക് ഇട്ടിട്ടായിരിക്കും. നമ്മൾ ഇതിന് മുമ്പ് ഒരു കേസ് പഠിച്ചായിരുന്നല്ലേ, മാസ്ക് ഇട്ട് പെർഫോം ചെയ്യാത്തൊരു ഡാൻസ് ഫോം ഉണ്ടായിരുന്നു. അതായത് 9ാമത് മിനിസ്ട്രി ഓഫ് കൾച്ചർ അംഗീകരിച്ച ക്ലാസിക്കൽ ഡാൻസ് ആയിരുന്നു ചൗവു ഡാൻസ്. അപ്പോൾ അതിൽ 3 ടൈപ്പ് ഓഫ് ഏത്, പുരുലിയ, സെറൈക്കില ചാവോ ആൻഡ് ഫൈനലി മായൂർഭഞ്ച് ചാവോ. അപ്പം ഇതിൽ മായൂർഭഞ്ച് ചാവോയിൽ മാസ്ക് ഇല്ലാതാണ് എന്ത് ഈ ഒരു ചൗവു ഡാൻസിൻ്റെ ഈ വേരിയൻറ്റ്. ഇപ്പോൾ മായൂർഭഞ്ച് ചാവോ ഏത് ഏരിയയിലാണ് കൊണ്ടാടുന്നത്, ഒഡീഷയിലാണ്. ഇതും ഈ ഒരു ക്ലാസിക്കൽ ഡാൻസ് ഫസ്റ്റ് ഒരു
എന്താണ് ഒരു ഫോക്ക് ഡാൻസ് ഫോർമാറ്റ് ആയിരുന്നു. അപ്പോൾ ഈ ചൗ ഡാൻസിൻ്റെ വേരിയൻ്റ് എവിടെ കൊണ്ടാടുന്നത്? ഒഡീഷയിലാണ്. അതും മാസ്കിൻ്റെ അകമ്പടിയോട് ഇല്ലാതാണ് ഈ വേരിയൻ്റ് കളിക്കുന്നത്. ബാക്കി രണ്ടെണ്ണം പുരുലിയ ചാവും സെറൈക്കില ചാവും വിത്ത് ദി യൂസ് ഓഫ് മാസ്ക് ആണ് പെർഫോം ചെയ്യുന്നത്. അപ്പം ഈ നമ്മുടെ ഒഡീഷയുടെ വേറൊരു നൃത്തരൂപമായിട്ടുള്ള മേധാനാച്ചയും ഈസ് ഓൾസോ പെർഫോംഡ് ഓർ അക്കമ്പനിഡ് ബൈ മാസ്ക്, മെയിൻലി പെർഫോംഡ് ഇൻ കോസ്റ്റൽ ഡിസ്ട്രിക്ട്സ്. ഇനി നോക്കിക്കേ, ദി ഗോത്തിപ്പോ ഡാൻസ് ഈസ് പെർഫോംഡ് ബൈ യങ് ബോയ്സ് ആൻഡ് ആർ ഏജ്ഡ് ബിറ്റ്വീൻ 6 to 14 ഇയേഴ്സ്. അതായത് 6നും 14നും ഇടയ്ക്കുള്ള ചെറുപ്പക്കാർ അല്ലെങ്കിൽ കൊച്ചു കുട്ടികളായിരിക്കും ഗോത്തിപ്പോ ഡാൻസ് പെർഫോം ചെയ്യുന്നത്. ബൈ ഡ്രസ്സിങ് ലൈക്ക് എ ഗേൾ. നമ്മൾ ഈ അർദ്ധനാരീശ്വര ടെമ്പിൾസിലൊക്കെ ആണുങ്ങൾ സ്ത്രീകളെ പോലെ ഒരുങ്ങിയിട്ട് അവരുടെ പെർഫോമൻസ് കാണാറില്ല. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ അതിന് സിമിലറായിട്ട് ഇവിടെ ഗോത്തിപ്പോ ഡാൻസിലും 6 മുതൽ 14 വയസ്സിലുള്ള കുട്ടികൾ, ആൺപിള്ളേർ, പെൺകുട്ടികളെ പോലെ ഒരുങ്ങിയിട്ട് ആടുന്ന നൃത്തമായിരിക്കും ഗോത്തിപ്പോ ഡാൻസ്. അതുകൊണ്ട് തന്നെ ഇത് പോപ്പുലർ ആയിരിക്കും ഇൻ ദ ഏത് റീജിയൻ? രഘുരാജ്പൂർ വില്ലേജ് ഇൻ ഒഡീഷ. ഒഡീഷയിലെ രഘുരാജ്പൂർ വില്ലേജിലായിരിക്കും ഈ കലാരൂപം ഫേമസ് ആയിട്ട് കൊണ്ടാടുന്നത്. അത് നോക്കിയേ, ഭാഗാനാച്ച ഓൾസോ നോൺ ആസ് ടൈഗർ ഡാൻസ്. അപ്പോൾ ഭാഗാനാച്ച, ഒഡീഷയുടെ ഭാഗാനാച്ച എന്ന് പറയുന്ന ഡാൻസിനെ എങ്ങനെ കൂടെ അറിയപ്പെടും? ടൈഗർ ഡാൻസ്. ആൻഡ് ഇസ് അനദർ ഫേമസ് ഡാൻസ് ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് ഈസ് പെർഫോം ഡ്യൂറിങ് ദ ചൈത്ര ഓഫ് ദി ഇയർ. നമ്മൾ ചൈത്ര പർവ എന്നുള്ള ഫെസ്റ്റിവൽ പറഞ്ഞിരുന്നില്ല, സ്പ്രിംഗ് സീസൺ ആയിരിക്കും, സ്പ്രിംഗ് ഫെസ്റ്റിവൽ ആയിരിക്കും. ഇറ്റ് ഈസ് പെർഫോംഡ് ബൈ, ഇവിടെയും ഇറ്റ് ഈസ് പെർഫോംഡ് ബൈ മെയിൽ ഡാൻസേഴ്സ് ഹു പെയിൻറ്റ് ദെയർ ബോഡീസ് ലൈക്ക് ടൈഗേഴ്സ്. അപ്പോൾ ഇത് കേൾക്കും നമ്മുടെ മനസ്സിൽ ഓടി വരുന്ന നമ്മുടെ ഒരു കലാരൂപം ഉണ്ടല്ലോ, നമ്മുടെ പുലികളിയിൽ. അപ്പോൾ പുലിക്കളിയിൽ നമ്മുടെ ബോഡിയിൽ ഫുള്ളും പുലിയുടെ ഒരു മേക്കപ്പ് ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കും കളിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏത് ഭാഗാനാച്ചയിലും അതിന് ടൈഗർ ഡാൻസ് എന്നറിയപ്പെടാൻ കാര്യം മെയിൽ ഡാൻസേഴ്സ് അവരുടെ ശരീരമാസകലം ടൈഗറിൻ്റെ ഒരു പെയിൻറ്റിങ് വെച്ചിട്ടായിരിക്കും പെർഫോം ചെയ്യുന്നത്. ഓക്കെ, ഇനി നോക്കിയേ, ദി പൈഗ ഡാൻസ് ഈസ് ആൻ എനർജറ്റിക് ഡാൻസ് പെർഫോംഡ് ബൈ യങ് ബോയ്സ് ആൻഡ് മെൻ. അതായത് ഈ ഡാൻസ് ഫോമിൽ കൂടുതലും മെയിൽ ഓറിയൻറ്റേഷൻ അല്ലെ മെയിൻ പാർട്ടിസിപ്പേഷൻ കൂടുതലാണ്. അപ്പോൾ ഇത് മറക്കാതെ നോക്കി വെക്കുക. അടുത്ത ഡാൻസ് ഏതാ? അത് ഘുമുറ ഡാൻസ് ഈസ് ഫേമസ് ഇൻ ദ ഏത് റീജിയൻ കൂടെ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് വൈസും കൂടെ പറയുമ്പോൾ നോക്കിക്കോണേ. കലഹാണ്ടി ഡിസ്ട്രിക്ട് ഓഫ് ഒഡീഷ. ദ ഘുമുറ ഡാൻസേഴ്സ് ഹാവ് എ ഡ്രം അറ്റാച്ച്ഡ് ടു ദിയർ നെക്ക് ആൻഡ് ദേ പ്ലേ ഡ്രംസ് വൈൽ ഡാൻസിങ്. അപ്പോൾ ഇപ്പം ഡാൻസ് ഫോമിൻ്റെ സ്റ്റൈൽസും കൂടെ ചോദിക്കുന്നുള്ളതുകൊണ്ട് അതിൻ്റെ ഒരു തീമും കൂടെ നിങ്ങൾ നോട്ട് ചെയ്ത് പോക്കണം. അപ്പോൾ ദ ഘുമുറ ഡാൻസിൻ്റെ ഏത് ഏരിയയിലായിരിക്കും കൂടുതലും ഘുമുറ ഡാൻസ് കളിക്കുന്നത്? കലഹാണ്ടി ഡിസ്ട്രിക്ട് ഓഫ് ഒഡീഷയിലായിരിക്കും. അതും ഈ ഘുമുറ ഡാൻസേഴ്സിന് ഒരു പെക്യുലാരിറ്റി ഉണ്ട്. അവരുടെ കഴുത്തിൽ ഡ്രം അറ്റാച്ച് ചെയ്തത് കൊട്ടി കൊണ്ടായിരിക്കും ആ ഡാൻസ് പെർഫോം ചെയ്യുന്നത്. അപ്പം നെക്സ്റ്റ് നോക്കിയേ, പഞ്ചാബ്. അപ്പം ഹരിയാനയുടെ കേസ് നമ്മൾ പറഞ്ഞായിരുന്നു പഞ്ചാബും ഹരിയാന അടുത്തടുത്താണ്. അപ്പോൾ 1-2 ഡാൻസ് ഫോം അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക്ഡ് ആയിട്ടുണ്ട്. അത് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ നോട്ട് ചെയ്തേക്കാം. നോക്കിയേ, പഞ്ചാബിൻ്റെ ഡാൻസ് ഫോംസ് ഭംഗ്ര, ധമൻ, ഗിദ്ദ, ദഫ്, ഝൂമർ, കിക്ലി, ദന്താസ്, ജിന്ദു ആൻഡ് ഫൈനലി മലവായ് ഗിദ്ദ. അപ്പം ഭംഗ്രയെ പറ്റി എന്താ അവിടെ പറയുന്നത്? ഇറ്റ് ഈസ് ദ മോസ്റ്റ് പോപ്പുലർ. അതായത് ഓരോ സംസ്ഥാനത്തും എൻ്റെ പോപ്പുലർ ആയിട്ടുള്ള ഡാൻസ് ഫോം ഇന്നതാണെന്ന് പറയുമ്പോൾ അത് നോട്ട് ചെയ്തോണം. കൂടുതലും ചോദിക്കാൻ കാരണം നമ്മൾ ബോളിവുഡ് സിനിമാസ് കണ്ടാലും ഈ ഫോക്ക് ഡാൻസസിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് അതിന് കാണും. ഇപ്പം നമ്മുടെ മലയാള സിനിമ എടുത്ത് നോക്കിയാലും തിരുവാതിര ഏതെങ്കിലും ഒരു പടത്തിൽ ആ ഒരു ഒക്കേഷനെ റിലേറ്റ് ചെയ്തവർ കാണിക്കും എന്ന് പറയുന്ന പോലെ നമ്മുടെ സിനിമാസിലും ഈ പറഞ്ഞ ഭംഗ്ര കാണിച്ചിട്ടുണ്ട്. പഞ്ചാബി ഡാൻസ് വരുമ്പോൾ ഭംഗ്രയാണ് മെയിൻലി നമ്മൾ കാണുന്നത്. കാരണം ഇറ്റ് ഈസ് ദ മോസ്റ്റ് പോപ്പുലർ ആൻഡ് ഓൾഡസ്റ്റ് ഫോക്ക് ഡാൻസ് ഇൻ ദ സ്റ്റേറ്റ്. ഇനിഷ്യലി ഇറ്റ് വാസ് പെർഫോം ഡ്യൂറിങ് ദ വൈശാഖി ഫെസ്റ്റിവൽ. അതിനെ ബൈസാഖി എന്നും പറയും. അത് സിഖുകാരുടെ ഒരു ഫെസ്റ്റിവലാണ്. വൈശാഖി എന്നും ബൈസാഖി എന്നും പറയും. അപ്പോൾ വൈശാഖി ഫെസ്റ്റിവൽ ആൻഡ് നൗ ഇറ്റ് ഈസ് പെർഫോംഡ് ഓൺ ഓൾ ഇമ്പോർട്ടൻറ്റ് ഒക്കേഷൻസ്. അപ്പോൾ ആദ്യം ഇത് വൈശാഖി എന്ന് പറയുന്ന ഫെസ്റ്റിവലിലായിരുന്നു കൊണ്ടാടിയിരുന്നത്. ഏത് ഡാൻസ്? ഭംഗ്ര ഡാൻസ്, വിച്ച് ഈസ് ദ മോസ്റ്റ് പോപ്പുലർ ആൻഡ് ഓൾഡസ്റ്റ് ഫോക്ക് ഡാൻസ് ഓഫ് പഞ്ചാബ്. അപ്പോൾ ബൈസാഖി അല്ലെങ്കിൽ വൈശാഖി എന്ന് പറയുന്ന ഫെസ്റ്റിവലിൻ്റെ ടൈമിലായിരിക്കും അത് കൊണ്ടാടുന്നത്. ഇപ്പോൾ ഓൺ ഓൾ ഇമ്പോർട്ടൻറ്റ് ഒക്കേഷൻസിലും അത് പെർഫോം ചെയ്യുന്നുണ്ട്. നോക്കിയേ, ദി വിഗർ ആൻഡ് ദി വൈറ്റാലിറ്റി ഓഫ് ദ പഞ്ചാബ് വിമൻ ആർ ഡിസ്പ്ലേഡ് ഇൻ ദ ഗിദ്ദ ഫോക്ക് ഡാൻസ്. അതായത് സ്ത്രീ ശാക്തീകരണം ഓറിയൻറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ത്രീൻ്റെ ശക്തി റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു തീമായിരിക്കും ഏത് ഫോക്ക് ഡാൻസിൽ? ഗിദ്ദ ഫോക്ക് ഡാൻസ്. എസ്പെഷ്യലി പഞ്ചാബി വിമൻ്റെ ആ ഒരു എംബോഡിമെൻ്റ് ആയിരിക്കും ഗിദ്ദ ഫോക്ക് ഡാൻസിൽ നിഴലിച്ച് കാണുന്നത്. വിച്ച് ഈസ് പെർഫോംഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് വിമൻ വെയറിങ് കളർഫുൾ ട്രഡീഷണൽ കോസ്റ്റ്യൂംസ്. അപ്പോൾ പഞ്ചാബിൻ്റെ തനതായ ട്രഡീഷണൽ കോസ്റ്റ്യൂം ധരിച്ചുകൊണ്ടായിരിക്കും എ ഗ്രൂപ്പ് ഓഫ് വിമൻ്റെ പെർഫോമൻസ് ആയിരിക്കും ഏത് പഞ്ചാബി ഡാൻസ് ആയിട്ടുള്ള ഗിദ്ദ ഫോക്ക് ഡാൻസ്. അടുത്ത് നോക്കിയത് കിക്ലി ഡാൻസ് ഈസ് പെർഫോംഡ് ബൈ 2 യങ് ഗേൾസ്. നമ്മൾ കുറച്ച് മുമ്പ് നോക്കിയ ഡാൻസ് ഫോമിൽ മെന്നിനായിരുന്നു ഇമ്പോർട്ടൻസ്. ഈ കേസിൽ നേരെ വന്നപ്പോൾ സ്വിച്ച് ആയില്ലേ, കൂടുതലും വിമൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഡാൻസ് ഫോം ആയിരിക്കും.
അല്ലെങ്കിൽ രണ്ടുപേർക്കും ഒരുമിച്ച് ഇമ്പോർട്ടൻസ് ഉള്ള ഡാൻസ് ഫോം. അപ്പോൾ ഇത് കിക്ലി ഡാൻസ് ഈസ് പെർഫോം ബൈ 2 യങ് ഗേൾസ് ഹു ഹോൾഡ് ഈച്ച് അതേഴ്സ് ഹാൻഡ്സ് ആൻഡ് ടൂൾ. അപ്പം ഇതും ഗ്രൂപ്പ് പ്രസൻറ്റേഷൻ ആയിരിക്കും. എസ്പെഷ്യലി 2 യങ് ഗേൾസ് അല്ലെങ്കിൽ രണ്ടുപേരായിട്ടുള്ള ഒരു ടീം എഫേർട്ടായിരിക്കും കിക്ലി ഡാൻസ് പെർഫോം ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് ജൂമർ ഡാൻസ് നോക്കി. ഇറ്റ് ഈസ് റെഫേർഡ് ടു ആസ് ദ എക്സ്റ്റസി ഡാൻസ്. അതായത് മതിമറന്ന് തുള്ളുക എന്ന് നമ്മൾ പറയത്തില്ലേ, അപ്പോൾ ആ ഒരു അവസ്ഥയിൽ കളിക്കുന്ന ഡാൻസ് എന്നുള്ള കൺസെപ്റ്റിലാണ് ഇത് ജൂമർ ഡാൻസ്. അതുകൊണ്ട് തന്നെ അതിന് ദ എക്സ്റ്റൻസി ഡാൻസ് എന്നും അറിയപ്പെടുന്നുണ്ട്. സോ ഇറ്റ് ഈസ് എ റിതമിക് ആൻഡ് സ്ലോ ഡാൻസ് ആൻഡ് ഇസ് പെർഫോംഡ് ഓൺ തീംസ് സച്ച് എസ് ലവ് ആൻഡ് അതർ ഇമോഷൻസ്. അപ്പോൾ മറ്റ് ഇമോഷൻസ്, സ്നേഹം പോലുള്ള മറ്റ് ഇമോഷൻസിനെ പോർട്രേ ചെയ്യാനായിട്ടാണ് ഏത് എക്സ്റ്റസി ഡാൻസ് എന്നറിയപ്പെടുന്ന ജൂമർ ഡാൻസ് കളിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ റിതമും അതിൻ്റെ സ്ലോ പേസിലായിരിക്കും ഡാൻസ് പ്ലേ ചെയ്യുന്നത്. ഇനി നോക്കി, ദ മാൽവായ് ഗിദ്ദ ഡാൻസ് ഈസ് മോസ്റ്റ്ലി പെർഫോംഡ് ബൈ ബാച്ചിലേഴ്സ്. ഇപ്പോൾ നോട്ട് ചെയ്ത് നോക്കണേ. അപ്പോൾ ദ മാൽവായ് ഗിദ്ദ ഡാൻസ് ആരാണ് പെർഫോം ചെയ്യുന്നത്? ബാച്ചിലേഴ്സ് ആണ്. ആൻഡ് എ വൈഡ് റേഞ്ച് ഓഫ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആർ എംപ്ലോയ്ഡ് ഇൻ ദിസ് ഡാൻസ്. അപ്പോൾ ബാച്ചിലേഴ്സിൻ്റെ ഒരു പെർഫോമൻസ് ആയിരിക്കും മാൽവായ് ഗിദ്ദ ഡാൻസ് എന്ന് പറയുന്നത്. ഏത് സംസ്ഥാനത്തിൻ്റെതാണ്? പഞ്ചാബ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെഷൻ ഇവിടോട് വൈൻഡപ്പ് ആവുകയാണ്. അപ്പം ഫോക്ക് ഡാൻസിൻ്റെ മുമ്പുള്ള വീഡിയോസ് കാണാത്തൊരു മസ്റ്റായിട്ടും കണ്ടുവരണം. കാരണം ഒരു 5 സ്റ്റേറ്റ് വെച്ചിട്ടാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. അപ്പോൾ ലാസ്റ്റ് ബേർഡൻ ആയിട്ട് പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്കിന് മെമ്മറൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നോട്ട് എഴുതി 5 സ്റ്റേറ്റ് വൈസ് ക്വാളിറ്റേറ്റീവായിട്ട് പ്രിപ്പയർ ചെയ്ത് പോവുക. അപ്പോൾ ഇനി വരുന്ന സെഷനിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.